സുഹൃത്തുക്കളെ, എന്റെ യാത്രകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 30 പുതിയൊരു രാജ്യത്തേക്ക് യാത്ര തുടങ്ങുകയാണ്. എവിടേക്കെന്നല്ലേ പറയാം. ദുബായിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പതിവ് പോലെ 4 പേരടങ്ങുന്ന ഈ യാത്രാ സംഘം പുറപ്പെടുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ പുരാതന സിൽക്ക് റോഡിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മധ്യേഷ്യയിലെ ചരിത്ര സമ്പന്നമായ ഒരു രാജ്യത്തെ കാസ്പിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ചരിത്രവും ആധുനികതയും സമന്വയിക്കുന്ന മനോഹരമായ രാജ്യത്തെ ഈ രാജ്യത്തെ സാംസ്കാരിക വൈവിധ്യവും ആതിഥ്യ മര്യാദയുള്ള ജനങ്ങളെയും നേരിട്ട് അനുഭവിച്ചറിയാനുള്ള ഒരു യാത്ര. താഷ്കന്റിന്റെ തെരുവുകളിലൂടെ സമർഖണ്ഡിന്റെ ചരിത്രത്തിലേക്ക്, ബുഖാറയുടെ പൈതൃകത്തിലേക്ക്. 2023 നവംബറിൽ ആദ്യമായി അസർബൈജാനിലേക്ക് പോയി തുടങ്ങിയ യാത്രകൾ ഇന്ന് 8ാമത്തെ രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിൽ പോയിക്കൊണ്ട് തുടരുന്നു. അസർബൈജാൻ, അർമേനിയ, ജോർജിയ തുടങ്ങിയ കൊക്കേഷ്യൻ രാജ്യങ്ങൾക്ക് ശേഷം റഷ്യയും സന്ദർശിച്ചു കഴിഞ്ഞു. അതിനിടയിൽ ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ GCC രാജ്യങ്ങളും സന്ദർശിക്കാൻ കഴിഞ്ഞു. അബുദാബിയിലെ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വൈകുന്നേരം 5:30 വിസെയർ വിമാനത്തിൽ ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കന്റിലേക്ക് ഏകദേശം 3.5 മണിക്കൂർ യാത്ര. ദുബായ് മുഹൈസിനയിലെ എന്റെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് അബുദാബി എയർപോർട്ടിൽ എത്താൻ കഴിയും. ഇന്ന് വെള്ളിയാഴ്ചയും സമയം ഉച്ചനേരവും ആയതുകൊണ്ട് റോഡിൽ അധികം തിരക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ട്രാഫിക്കിൽ പെടാതെ സമയത്ത് തന്നെ എത്താൻ കഴിയും. ദുബായിൽ നിന്ന് ഇപ്പോഴത്തെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, നേരത്തെ ഈ റോഡ് എമിറേറ്റ്സ് റോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ജബലാലി ഗന്തൂത്ത് വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അബുദാബി എയർപോർട്ട് സമീപിക്കുന്നതോടെ വിമാനങ്ങളുടെ ലാൻഡിങ്ങും ടേക്ക് ഓഫും കാണാൻ കഴിയും. ദുബായ് എയർപോർട്ടിന് സമീപമാണ് ഞങ്ങളുടെ വീട്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ച എനിക്ക് പുതുമയുള്ളതല്ല. എന്നിരുന്നാലും കൂടെയുള്ളവർക്ക് അതൊരു അപൂർവ കാഴ്ച തന്നെയാണ്. അങ്ങനെ ഞങ്ങളിതാ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആധുനിക സൗകര്യങ്ങളും ലോകോത്തര ടെർമിനലുകളും ഈ എയർപോർട്ടിനെ വ്യത്യസ്തമാക്കും.
ഡിപ്പാർച്ചർ ഭാഗത്ത് യാത്രക്കാരെ ഇറക്കാനുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്. എന്നാൽ അറൈവൽ ഭാഗത്ത് ടാക്സിയും പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സും അല്ലാതെ ഒരു വാഹനവും നിർത്താൻ പാടില്ല. പാർക്കിങ്ങിന്റെ ഉള്ളിൽ തന്നെ കയറേണ്ടി വരും. 15 മിനിറ്റ് നേരത്തേക്ക് പാർക്കിംഗ് ഫ്രീ ആണ്. ഇവിടെ ഇതൊരു നല്ല കാര്യമാണ്. നേരെ മറിച്ച് ദുബായിലോ ഷാർജയിലോ ആണെങ്കിൽ പാർക്കിങ്ങിൽ കയറിയാൽ തന്നെ ചാർജ് ചെയ്യും. ചെക്ക് ഇൻ ഇമിഗ്രേഷൻ നടപടികൾ വേഗം കഴിഞ്ഞു. UAE റെസിഡൻസ് വിസ ഉള്ളവർക്ക് ഉസ്ബെക്കിസ്ഥാനിൽ 1 മാസത്തെ വിസ ഫ്രീ എൻട്രി കിട്ടും. വിസ കാലാവധി മിനിമം 3 മാസവും പാസ്പോർട്ട് കാലാവധി 6 മാസവും വേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഓൺലൈൻ വിസ എടുക്കേണ്ടതുണ്ട്. കൂട്ടത്തിലുള്ള 2 പേർക്ക് ഓൺലൈൻ വിസ എടുക്കേണ്ടി വന്നു. ഒരാൾക്ക് UAE റെസിഡൻസ് വിസ ഇല്ലായിരുന്നു. അടുത്ത ആളിന് വിസ കാലാവധി 2 മാസമേ ഉള്ളൂ. ഉസ്ബെക്കിസ്ഥാൻ വിസ പോർട്ടലിൽ $22 അടച്ച് അപ്ലൈ ചെയ്താൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഓൺലൈൻ വിസ കിട്ടും. ഓൺലൈൻ വിസയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമൊക്കെയുള്ള വിശാലമായ എയർപോർട്ടാണ് അബുദാബിയിലെ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. യാത്രാ ചിലവിനായി ഞാൻ മാറ്റിവെച്ചിരുന്ന ഡോളർ എടുക്കാൻ വിട്ടു. താഷ്കന്റ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങളെ ഹോട്ടലിൽ എത്തിക്കാൻ ഒരു പ്രൈവറ്റ് ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് $15 ആണ് കൊടുക്കേണ്ടത്. അക്കാര്യം ആലോചിച്ചപ്പോൾ ആണ് ഡോളർ എടുക്കാൻ വിട്ടുപോയ കാര്യം ഓർത്തത്. ഇനിയിപ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഡോളർ വാങ്ങാൻ തീരുമാനിച്ചു. ഒരു 150 ദിർഹം അധികം കൊടുക്കേണ്ടി വരും. അതല്ലാതെ മറ്റു മാർഗമില്ലല്ലോ. നമ്മൾ ഇത്തരം യാത്രകളിൽ ഡോളർ മാറ്റി കൊണ്ടുപോകുന്നതാണ് ഉചിതം. അതാത് രാജ്യങ്ങളിലെ കറൻസി ഇവിടുന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നത് അത്ര ലാഭകരമായ സംഗതിയല്ല. മറ്റൊരു കാര്യം, എയർപോർട്ടിൽ നിന്ന് വാങ്ങുന്ന ഡോളർ തിരിച്ചു വരുമ്പോൾ ഇതേ എക്സ്ചേഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് മാറ്റി വാങ്ങാൻ കഴിയും. വാങ്ങിയ അതേ റേറ്റ് തന്നെ തിരിച്ചു കിട്ടും. ഞാൻ അവിടുന്ന് $1500 വാങ്ങി. അത്രയും വേണ്ടി വരില്ല, എങ്കിലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇരിക്കട്ടെ എന്ന് കരുതി. ഗേറ്റ് നമ്പർ A9 നിന്നാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. എയർപോർട്ടിനുള്ളിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെയും മറ്റുമുള്ള കാഴ്ചകളുമൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഗേറ്റിലേക്ക് നടന്നു.
ഫ്ലൈറ്റ് കൃത്യസമയം തന്നെയാണ്. ബോർഡിംഗ് കോൾ വന്നു. ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. പുതിയൊരു രാജ്യത്തേക്ക്, ഞങ്ങളെ കാത്തിരിക്കുന്ന പുത്തൻ കാഴ്ചകളിലേക്ക്. എന്റെ യാത്രകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നടന്നു കയറുകയാണ്. എക്സൈറ്റ്മെന്റിന്റെ അങ്ങേയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഭാഗ്യവശാൽ ഞങ്ങൾക്ക് അടുത്തടുത്ത സീറ്റുകൾ തന്നെ കിട്ടി. ഫ്ലൈറ്റ് ഏകദേശം ഫുള്ളാണ്, എന്നാലും കുറച്ച് സീറ്റുകൾ കാലിയുണ്ട്. ഞങ്ങൾക്കാർക്കും വിൻഡോ സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ യാത്ര പുറപ്പെട്ടപ്പോഴുള്ള പുറം കാഴ്ചകൾ ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. തന്നെയുമല്ല, ഇവിടെയുള്ള ഈ യാത്ര സ്ഥിരമായതുകൊണ്ട് ആ കാഴ്ചകൾ പുതുമ തോന്നിയതുമില്ല. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഫ്ലൈറ്റ് തന്നെയാണ് വിസ് എയർ. വിസ് എയർ ഹംഗറി ആസ്ഥാനമായുള്ള ഒരു പ്രശസ്ത ബജറ്റ് എയർലൈനാണ്. കുറഞ്ഞ ചിലവിൽ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ എന്നിവിടങ്ങളിലായി 200-ലധികം രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തും. 2003 സ്ഥാപിതമായ വിസ് എയർ UAE-യിൽ വിസ് എയർ അബുദാബി എന്ന പേരിൽ സേവനങ്ങൾ ആരംഭിച്ച് ഈ മേഖലയിലെ യാത്രക്കാർക്ക് കൂടുതൽ യാത്രാ ഓപ്ഷനുകൾ നൽകുന്നുണ്ട്. അവരുടെ ആധുനിക വിമാനങ്ങളും മികച്ച സുരക്ഷാ റെക്കോർഡും താരതമ്യേന വളരെ കുറഞ്ഞ യാത്രാ നിരക്കും കാരണം യാത്രക്കാർക്കിടയിൽ വലിയ ജനപ്രിയത നേടിയിട്ടുണ്ട്. ഞങ്ങളും സ്ഥിരമായി വിസ് എയറിലാണ് ഈ യാത്ര ചെയ്യുന്നത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. യാത്ര ഏകദേശം 3 മണിക്കൂർ 30 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ്. വടക്ക് കിഴക്കൻ ദിശയിൽ UAE-യുടെ മരുഭൂമികൾക്ക് മുകളിലൂടെ പേർഷ്യൻ ഗൾഫിന് കുറുകെ, തുടർന്ന് ഇറാന്റെയും തുർക്കമെനിസ്ഥാന്റെയും മണൽ നിറഞ്ഞ ഭൂപ്രതികൃതികൾക്ക് മുകളിലൂടെ താഷ്കന്റിലെ ഇസ്ലാം കരീമോവ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക്. കുറച്ചു നേരം ഫ്ലൈറ്റിലിരുന്ന് ഉറങ്ങി. താഷ്കന്റ് എത്താറായെന്ന് തോന്നുന്നു. ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണത്. മനോഹരമായ, അതുല്യമായ ഒരു കാഴ്ച. ആകാശഭൂമികൾക്കിടയിലുള്ള അതിശയകരമായ വർണ്ണങ്ങൾ, സൂര്യൻ അസ്തമിക്കാനായി തയ്യാറെടുക്കുന്ന നിമിഷങ്ങളുടെ മായാജാലം, കറുപ്പിൽ നിന്ന് നീലയിലേക്കും പിന്നീട് ചുവപ്പ് നിറത്തിലേക്കും മാറുന്ന ആകാശത്തിന്റെ മനോഹാരിതയും താഴെയുള്ള നഗരത്തിന്റെ പ്രകാശങ്ങളും. ഇതൊരു സ്വപ്നസമാനമായ അനുഭവം തന്നെയായിരുന്നു. ഈ യാത്രയിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണിത്. ലാൻഡിംഗ് അനൗൺസ്മെന്റ് വന്നപാടെ തന്നെ ആളുകൾ തിരക്കിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങി. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ലോക്കൽ സമയം രാത്രി 10:40. താഷ്കന്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കും. ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് നടക്കുകയാണ്. ദൂരെ ടെർമിനൽ ബിൽഡിംഗ് കാണുന്നുണ്ട്.
ടെർമിനൽ ബിൽഡിംഗിലേക്ക് നടന്നു. പറയത്തക്ക തിരക്കൊന്നുമില്ലായിരുന്നു. ബസ്സിൽ നിന്ന് നേരെ ടെർമിനൽ ബിൽഡിംഗിൽ കയറുമ്പോൾ തന്നെ ഇമിഗ്രേഷൻ കൗണ്ടറാണ്. അധികം നടക്കേണ്ടതൊന്നുമില്ല. ഇമിഗ്രേഷൻ പ്രോസസ്സ് വളരെ സിസ്റ്റമാറ്റിക് ആണ്. പാസ്പോർട്ട്, വിസ തുടങ്ങിയ ഡോക്യുമെന്റുകൾ പരിശോധിച്ച ശേഷം എല്ലാ നടപടികളും വേഗത്തിലായതിനാൽ സാധാരണ ഉണ്ടാകാറുള്ള മുഷിപ്പ് ഇല്ലായിരുന്നു. മൊത്തത്തിൽ വളരെ സുഗമവും സൗകര്യപ്രദവുമായ ഒരു എയർപോർട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ഷോപ്പുകൾ, റെസ്റ്റോറന്റുകൾ, കറൻസി എക്സ്ചേഞ്ച്, സിം കാർഡ് ഷോപ്പുകൾ മുതലായവ മികച്ച രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ സുന്ദരിയായ ഒരു സെയിൽസ് ഗേൾ നിൽക്കുന്ന കൗണ്ടറിൽ നിന്ന് സിം കാർഡ് വാങ്ങി ഡേറ്റ ഷെയർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. 4 ദിവസത്തേക്ക് അത് മതിയാകും. നിരക്ക് വളരെ കുറവാണ്. 150 GB ഡേറ്റയ്ക്ക് $10 താഴെ മാത്രമാണ് ചാർജ്. ഇതൊക്കെ വേഗത്തിൽ തന്നെ കഴിഞ്ഞു. ടെർമിനൽ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഞങ്ങളെ കാത്ത് നേരത്തെ തന്നെ ഏർപ്പാട് ചെയ്തിരുന്ന പ്രൈവറ്റ് ടാക്സി ഡ്രൈവർ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അധികം തിരക്കൊന്നുമില്ലായിരുന്നത് കൊണ്ട് ആളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. നേരെ കാറിലേക്ക്. ഉസ്ബെക്ക് അല്ലാത്ത ഒരു ഭാഷയും അദ്ദേഹത്തിന് വശമില്ല. അതുകൊണ്ട് തന്നെ ഒന്നും ചോദിക്കാനോ പറയാനോ കഴിഞ്ഞതുമില്ല. അദ്ദേഹം ഞങ്ങളോട് ആകെ ചോദിച്ചത് ഇന്ത്യക്കാരാണോ എന്ന് മാത്രമാണ്. ഞങ്ങളെ കണ്ടപാടെ മനസ്സിലായി കാണും. എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് അധിക ദൂരമൊന്നുമില്ല. കഷ്ടി 8 മിനിറ്റ് ഡ്രൈവ്. ഹോട്ടലിലെത്തി. താഷ്കണ്ടിൽ നമ്മൾ താമസിച്ചത് റേക്കാറ്റ്സ് അമീറം താഷ്കന്റ് ഹോട്ടലിലായിരുന്നു. Booking.com കൂടിയാണ് ഞാൻ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തത്. മികച്ച റേറ്റിംഗ് ഒക്കെയുള്ള ഒരു 3 സ്റ്റാർ ഹോട്ടലാണിത്. നല്ല വൃത്തിയും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഹോട്ടൽ സ്റ്റാഫ്. ഞങ്ങളുടെ റൂം നമ്പർ 507 508. നാളെ വെളുപ്പിന് 5 മണിക്ക് എത്താമെന്ന് പറഞ്ഞ് ഡ്രൈവർ പോയി. ഇനി വെളുപ്പിന് 6:10 ട്രെയിനിൽ സമർക്കണ്ടിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. ട്രെയിൻ ടിക്കറ്റ് ഒക്കെ വളരെ നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും മറ്റുമുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മതി കേട്ടോ.
നല്ല വിശപ്പ് തോന്നി തുടങ്ങി. ഇനി ഏറ്റവും അടുത്തുള്ള നല്ല റെസ്റ്റോറന്റ് കണ്ടുപിടിക്കണം. ഹോട്ടലിലെ സ്റ്റാഫിനോട് ചോദിച്ചു. അദ്ദേഹം 1-2 റെസ്റ്റോറന്റുകൾ പറഞ്ഞു തന്നു. അവസാനം ഗൂഗിളിൽ നോക്കി അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി. ഞങ്ങളുടെ വെല്ലുവിളികൾ ഓരോന്നോരോന്നായി ഇവിടം തുടങ്ങുകയാണ്. ഭക്ഷണം ഓർഡർ ചെയ്യണമല്ലോ, ഭാഷ ഒരു പ്രശ്നം തന്നെയാണ്. ഒടുവിൽ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഇടയ്ക്ക് അസർബൈജാനിൽ ഞങ്ങളുടെ ചങ്കുബ്രോ വീഡിയോ കോൾ ചെയ്തു. പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തി. എന്തായാലും ഓർഡർ ചെയ്ത ഭക്ഷണം വളരെ നല്ലതായിരുന്നു. കൂട്ടത്തിൽ ആ ഹോട്ടലിന്റെ ആംബിയൻസും എടുത്തു പറയേണ്ടതുണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക്. പിന്നെയും അടുത്തൊരു വെല്ലുവിളി ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഫോൺ ചാർജ് ചെയ്യുന്നതിന് ഞങ്ങൾ കൊണ്ടുപോയ അഡാപ്റ്റർ മതിയാവില്ല. നമ്മളൊക്കെ നാട്ടിൽ ഉപയോഗിക്കുന്ന തരം 2-പിൻ പ്ലഗുകളാണ് അവിടെ ഉള്ളത്. ഇത്തരം ഇവിടേക്കുള്ള യാത്രകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ സ്യൂട്ടാവുന്ന തരത്തിലുള്ള അഡാപ്റ്ററുകൾ പ്രത്യേകമായും തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അതെടുക്കാൻ മറന്നുപോയാൽ മൊബൈൽ ചാർജ് ചെയ്യുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാകും. ഇനി ഒന്ന് മയങ്ങി എഴുന്നേറ്റ് അത് രാവിലെ തന്നെ യാത്ര തുടരേണ്ടതുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലെ ഞങ്ങളുടെ കാഴ്ചകളും അനുഭവങ്ങളും അതേപടി നിങ്ങൾക്ക് കൂടി പകർന്നു നൽകണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നു. ഇനി നാളത്തെ സമർഖണ്ഡിലേക്കുള്ള യാത്രയും യാത്രാ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡുമായി എത്താം. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.